നമസ്കാരം. നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഒട്ടകം ഗോപാലകൃഷ്ണൻ അങ്ങയുടെ വലിയൊരു കൽപ്പന വന്നിരിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ അദ്ദേഹം ഉടൻ തന്നെ ഹിന്ദുമതത്തിൽ നിന്ന് വിട്ടുപോകണം. ഹിന്ദുമതത്തിൽ വിട്ടുപോയാൽ പോരാ, മുസ്ലിം മതത്തിൽ സുന്നത്ത് നടത്തി, പൊന്നാനിയിൽ പോയിട്ട് സുന്നത്ത് നടത്തി മുസ്ലിം ആവണം. അത് മാത്രം പോരാ, മുസ്ലിം ആയതിനു ശേഷം അടുത്ത വണ്ടി പിടിച്ച് പാകിസ്ഥാനിലേക്ക് പോകണം. കൽപ്പനയാണ്. ആരുടെ കൽപ്പനയാണെന്ന് അറിയാമോ? തൃശ്ശൂര് സിറ്റിംഗ് സീറ്റ് കുട്ടംകുളങ്ങര സീറ്റിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ഒരൊറ്റ മുസ്ലിം ഇല്ല, ഒരൊറ്റ ക്രിസ്ത്യാനി ഇല്ല. കുട്ടങ്ങളെ പോയി അന്വേഷിച്ച് അറിയാൻ പറ്റും. അവിടെ ഒറ്റ മുസ്ലിമും ഇല്ല, ഒറ്റ ക്രിസ്ത്യാനിയും ഇല്ല. എല്ലാവരും ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കള് ഉച്ചസ്ഥലം ഉദ്ഘോഷിച്ചു, കടന്നു പോടാ ഹിന്ദുമതത്തിൽ നിന്ന്. എല്ലാവരും ചവിട്ടിക്കൂട്ടി, നോട്ടയോട് തോറ്റു, ഒരു മൂലക്കിട്ടു. ഈ ആളാണ് പറയുന്നത് ഹിന്ദുവിൻ്റെ വക്താവായിട്ട് എന്ന് പറയുന്നത്. ശങ്കരാചാര്യരാണോ ഇയാള്? ഇനി ശങ്കരാചാര്യ ആയാൽ എന്താ? അവർക്ക് അതിനുള്ള അവകാശമുണ്ടോ? താൻ ഹിന്ദു അല്ലെന്ന് പറയാനുള്ള അവകാശം ആരോടെങ്കിലും അങ്ങനെ പറയാനുള്ള അവകാശം ശങ്കരാചാര്യന്മാർക്ക് കൊടുത്തിട്ടുണ്ടോ? അവരവർ ആചാര്യന്മാരാണ്, ആചരിച്ച് ജീവിക്കുന്നു, അത്രമാത്രം. ജി സുധാകരൻ അദ്ദേഹം ഒരു സത്യം പറഞ്ഞു, ഹിന്ദു മതത്തിൽ ഇന്ന് ആകർഷണീയമായിട്ട് യാതൊന്നും ഇല്ല എന്ന്. യാതൊന്നും ഇല്ല എന്നുള്ളതിലുപരി യാതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് സത്യമാണത്. കരുണയില്ല, സ്നേഹമില്ല, തമ്മിൽ കണ്ടാൽ ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കൾ. അത് സത്യമാണത്. ഇസ്ലാമിൽ അങ്ങനെയല്ല. നമ്മളൊരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ, BJP ഓഫീസിൽ ഫോൺ വിളിച്ച് അവരെന്താ പറയുക? ആ പറ. ഇന്നിപ്പോ പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ചാലും അവരെന്താ വിളിക്കുക? ഗുഡ് മോർണിംഗ് സാർ, എന്താണ് വേണ്ടത്, ഏതാണ് ചോദിക്കുക. അവർ പോലും പച്ചത്തറി പ്രയോഗങ്ങൾ കാര്യങ്ങൾ നിർത്തി. ഇവിടെ BJP ഓഫീസിൽ ഫോൺ ചെയ്തവർ ആ പറ എന്നാണ് പറയുക. എന്ത് പറ? അതേ സമയത്ത് ഒരു മുസ്ലിമിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫോൺ ചെയ്തൊരു മുസ്ലിം ഫോൺ ചെയ്ത് ഞാൻ അങ്ങനെ ആദ്യം വരുന്നത് അറിയോ? അസ്സലാമു അലൈക്കും എന്നാണ് ആദ്യം വരുന്നത്. അവിടെ കരുണയുണ്ട്, അവിടെ സ്നേഹമുണ്ട്. അതവർ കാണിച്ചിട്ടുണ്ട്. പല രൂപത്തിലും പല ഭാവത്തിലും പലയിടത്തും പലപ്പോഴും വളരെ വ്യക്തമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ആ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നുമില്ലാത്ത ഒരു കൂട്ടം അഴിച്ചിട്ട കാളകളായിട്ട് മാറിയിരിക്കുകയാണ് ഹിന്ദുക്കൾ. ജാതിയുടെയും തൊട്ടുകൂടാത്തവൻ്റെയും തീണ്ടിക്കൂടാത്തവൻ്റെയും വലിയവൻ്റെയും ചെറിയവൻ്റെയും കറുത്തവൻ്റെയും വെളുത്തവൻ്റെയൊക്കെ മതമായിട്ട് മാറിയിരിക്കുകയാണ് ഹിന്ദുമതം. തമ്മിൽ കണ്ടുകൂടാ. എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ കയറി ചെന്ന സമയത്ത് ചോദിക്കും, എന്താ പേര്? എൻ്റെ പേര് രമേശ് എന്നാണ് എൻ്റെ പേര്. ഓ, രമേശ് അല്ലേ, പിടികിട്ടിയിട്ടില്ല. അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ്റെ പേര് സുധാകരൻ എന്നാണ്. ഓ, സുധാകരൻ, പിടികിട്ടിയിട്ടില്ല. അച്ഛൻ്റെ പേരോ? ശങ്കരമേനോൻ. അപ്പം അത് നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞാൽ പോലെയെന്ന്. ഇതാണ് സ്ഥിതി. നായർക്ക് നായരെ മാത്രമേ കണ്ടുകൂടൂ. നായരെ കണ്ടുകൂടോന്നല്ല, നായർക്ക് ഈഴവനെ കണ്ടുകൂടാ. നായർക്ക് നായരെ കാണാൻ ഇഷ്ടമാണോ? അതിന് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഈഴവന് നായരെ കണ്ടുകൂടാ. ഞാൻ അടിമാലിയിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ് SNDP ഓഫീസ്. അവിടെ യാദൃശ്യമായിട്ട് അവിടെ സുഹൃത്തിൻ്റെ ഒപ്പം പോയ സമയത്ത് ഒരു ഓട്ടോറിക്ഷയിൽ നിറച്ച സാധനങ്ങളുമായിട്ട് വരികയാണ് അവിടെ. അപ്പം ഈ ഓട്ടോറിക്ഷയുടെ മുമ്പിൽ സെൻറ്റ് മേരീസ്ന്നോ സെൻറ്റ് തോമസ്ന്നോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഓട്ടോറിക്ഷ അവിടെ കൊണ്ട് കയറി ഇതെല്ലാം കഴിഞ്ഞ് ഓട്ടോറിക്ഷയോട് ചോദിച്ചു, തൻ്റെ പേരെന്താടോ? എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാ. ആ ശരി, എത്രയും തൻ്റെ ചാർജ്? ഇത്ര. ആ ശരി, പോയിക്കോളാൻ പറഞ്ഞു പോയി. ഉടനെ തന്നെ ചോദിച്ചത് എന്താണെന്നറിയാമോ? നമ്മുടെ ആൾക്കാരുടെ ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ലടോ. ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി. കേരളത്തിലെ ഹിന്ദുക്കൾക്ക് സ്നേഹിക്കാൻ അറിയില്ല, അവിടെ കരുണയില്ല. ഇനി ആകർഷണീയമായിട്ടുള്ള കാര്യം, ഉപനിഷത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ആകർഷണീയമാണ്. പക്ഷെ അതൊരു മതത്തിന്റെ ഗ്രന്ഥമല്ല. അതുകൊണ്ട് ഹിന്ദു മതത്തിന്റെ ഗ്രന്ഥം ഉപനിഷത്ത് വലിയൊരു ഗ്രന്ഥമാണെന്ന് പറയാൻ പറ്റില്ല. ബൈബിൾ ക്രിസ്ത്യാനിയുടെ ഗ്രന്ഥമാ, ഖുറാൻ മുസ്ലിമിന്റെ ഗ്രന്ഥമാ, തൗറാത്ത് ജൂതന്റെ ഗ്രന്ഥമാ, ഗുരുഗ്രന്ഥ സാഹിബ് പഞ്ചാബ് സിഖുകാരുടെ ഗ്രന്ഥ. പക്ഷെ ഉപനിഷത്ത് ഹിന്ദുവിന്റെ ഗ്രന്ഥമല്ല. അതൊരു യൂണിവേഴ്സൽ വാല്യൂസ് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഇറ്റ് ബിലോങ്സ് ടു ഓൾ ടൈംസ്.
അതിനകത്ത് മുഴുവനുള്ള യൂണിവേഴ്സൽ വാല്യൂസാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനെ ഹിന്ദുവിൻ്റെ ഗ്രന്ഥം എന്ന് പറയാൻ പറ്റില്ല. ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ അത് ആകർഷണീയമാണെന്ന് പറയാനും പറ്റില്ല, ഈവൻ ഗീതയാണെങ്കിൽ പോലും. ഇനി അതൊക്കെയും ആകർഷണീയമാണ്, ശരി, അത് ഹിന്ദുവിൻ്റെ തന്നെയാണെന്ന് ഇരിക്കട്ടെ. അതിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഇത്ര കട്ടിയുള്ള ചില്ല് ഭരണി, ആ ചില്ലിന് ഇത്ര കട്ടിയുണ്ട്, കൂടം കൊണ്ട് അടിച്ചാൽ പൊളിയില്ല, അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുക ലഡ്ഡു, എന്നിട്ട് നക്കിക്കോളാൻ പറയാ, വല്ല കാര്യമുണ്ടോ? ഇപ്പം ഇങ്ങനൊരു കാര്യം പറഞ്ഞു ഹിന്ദു മതത്തിൽ ആകർഷണീയമായിട്ട് ഒന്നുമില്ല, ചിരിക്കാൻ പോലും അറിയാത്ത, കരുണയില്ലാത്ത, സ്നേഹമില്ലാത്ത ഇത് പറഞ്ഞതിനാണ് ഇപ്പോൾ, ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മുടെ ഒട്ടകം ഗോപാലകൃഷ്ണൻ ഹാരി ഇളകിയിട്ടുള്ളത്. MLA തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഒരു പഞ്ചായത്ത് വാർഡിൽ മുമ്പ് പറഞ്ഞാണ് തോറ്റു, തൊപ്പിയിട്ടു, അതും സിറ്റിംഗ് സീറ്റ്. അവിടെ വോട്ട് ചെയ്ത 100% ആളുകളും ഹിന്ദുക്കളും. അപ്പൊ ഇതൊക്കെ ആലോചിക്കുന്ന സമയത്ത് വട്ടുപിടിച്ചൊരു അത്ഭുതമല്ല, തലയ്ക്ക് വട്ടുപിടിച്ചൊരു അത്ഭുതമല്ല, ഉന്മാദമാണ്, മറ്റേ ഭ്രാന്തിന്റെ ആദ്യ ലക്ഷണം. അന്നേ തുടങ്ങിയതാണ് ഈ പിച്ചുമ്പേ. ഞാൻ കോർപ്പറേഷൻ ഉണ്ടാവും, എവിടെ കോർപ്പറേഷൻ്റെ പുറത്ത് എവിടെ, ലാലൂർ ശവപ്പറമ്പിൽ, അവിടെയാണ് മാലിന്യം കൊണ്ട് തള്ളുന്നത്, അവിടെ ഉണ്ടാവും, അതും കോർപ്പറേഷൻ്റെ. അവിടെ പോയി നിന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവിടെ പോയി നിന്നുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കോർപ്പറേഷൻ്റെ അതിനകത്ത് തിരഞ്ഞെടുത്ത വക്താക്കൾ അവിടെ കൂട്ടുചേരുന്ന AC ഹാളിനകത്ത് കയറി ഞാൻ കഴുത്ത് പിടിച്ച് ഉന്തി തള്ളി പുറത്താക്കും. അപ്പം ഇതൊക്കെ മേഖലാവാൻ വേണ്ടിയിട്ട് ഉടുപ്പയ്ക്ക് തുന്നിക്കൂട്ടി വെച്ചിരിക്കുക. അപ്പോൾ പിന്നെ ഈ ഭ്രാന്ത് പിടിച്ചാലും പിച്ചും പേയും പറഞ്ഞാലും അത്ഭുതമല്ലല്ലോ. അപ്പോൾ സുധാനോട് പറഞ്ഞാൽ താൻ ഹിന്ദു അല്ല, നിങ്ങൾ കടന്നു പോകണം, സുന്നത്ത് ചെയ്ത് മുസ്ലിം ആവണം, അതും കഴിഞ്ഞിട്ട് വിസ എടുത്തിട്ട് പാകിസ്ഥാനും പോകണം. ഹിന്ദുവിൻ്റെ കാര്യം, നിങ്ങൾ ഹിന്ദു അല്ല എന്ന് പറയാനുള്ള അവകാശം ഇവിടെ ഏത് മോയനുള്ളത്? ഇവിടെ ആർക്കാ ഉള്ളത്? അങ്ങനെയുള്ള അവകാശം ഒരു മതത്തിലുമില്ല. ആരാധനാലയങ്ങളിൽ കടക്കരുത്, മതസംബന്ധിയായിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിലക്കാം, മതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റാം. അത് മുസ്ലിം ആണെങ്കിലും എനിക്ക് ഖുർആൻ ഇഷ്ടമല്ല, എനിക്ക് നബി തിരുമേനി ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും മുസ്ലിം അതോറിറ്റിക്ക് പറയാൻ പറ്റുമോ? ഗവൺമെന്റിനെ വിളിച്ച് ഗസറ്റിൽ ഇയാൾ അബൂബക്കർ മുസ്ലിം എന്ന് എഴുതിയിട്ടില്ലേ, അത് മാറ്റൂ എന്ന് പറയാൻ പറ്റില്ല. അയാളെ വഴിക്ക് വിടാം, ഞാൻ മുസ്ലിം അയാൾ പറഞ്ഞു നടന്നോട്ടെ, പള്ളിയിൽ കയറ്റണ്ട. ഇതൊരു ക്രിസ്ത്യൻ പള്ളിയുടെ കാര്യവും. ഹിന്ദുക്കളിലാണെങ്കിൽ ഒന്നും പറ്റില്ല. ഞാൻ ഒരു ഹിന്ദു അല്ല, ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നില്ല പറഞ്ഞാൽ അയാൾക്ക് കയറാം അമ്പലത്തിൽ, ഇവിടെ ആർക്കും വിലക്കാൻ പറ്റില്ല, അതിനുള്ള യാതൊരു അവകാശവും ഇല്ല. 4 ശങ്കരാചാര്യന്മാരുണ്ട്, +1 കാഞ്ചി ശങ്കരാചാര്യൻ അടക്കം 5. ഇവരാരും മത നേതാക്കളല്ല, ആചാര്യന്മാരാണ്. അവരാചരിക്കുന്നു, അവരവരുടെ ലാവണവുമായിട്ട് അവരുടെ സങ്കേതങ്ങളിൽ ഇരിക്കുന്നു. അവർക്ക് പറയാൻ പറ്റുമോ താൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾ അറിഞ്ഞു, താൻ നാളെ ഒരു ഹിന്ദു അല്ല എന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ടോ? മാത്രമല്ല, ഇപ്പം ഹിന്ദുമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഹിന്ദുമതം? അദ്വൈതവാദമാണ്. അതല്ല, അത് ശരിയല്ല, ശങ്കരൻ പറഞ്ഞത് ശരിയല്ലെന്ന് പറയുന്ന ആളുടെ ഇവിടെ രാമാനുജാചാര്യരുണ്ട്, ഇങ്ങനെ കൊണ്ടുവരുന്ന രാമാനുജാചാര്യരുണ്ട്. അവിടെ വിശിഷ്ടാദ്വൈതവാദം. നിങ്ങൾ പറഞ്ഞ അദ്വൈതമല്ല, വിശിഷ്ടാദ്വൈതവാദമാണ് ശരി. ഈശ്വരൻ അവിടെ ഇരിക്കുന്നു, ഈശ്വരന്റെ സൃഷ്ടിയാണ്, അതിൽ അംശഭൂതങ്ങളാണ് ഇവിടെ കാണുന്നത്, ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വിശിഷ്ടാദ്വൈതവാദമുണ്ട്. But there is no creation at all, but there is a creation that's as to a creation, that's the secret of creation. ഇവിടെ ഒരു സൃഷ്ടിയെ നടന്നിട്ടില്ല. ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അദ്വൈതമുണ്ട്. അവിടെ ഈശ്വരൻ വേറെ, സൃഷ്ടി വേറെ, രണ്ടും മറ്റേ ബിറ്റ് ഓഫ് കണക്ഷൻ എന്ന് പറയുന്ന മറ്റേ ദ്വൈതവാദമുണ്ട് ഇവിടെ. അത് മൂന്നാമത്തെ ഒന്നാണ്. ദ്വൈതാദ്വൈതമുണ്ട്, നിംബാർക്കന്റെ ദ്വൈതവാദം, മധ്വന്റെ, ചാർവാകന്മാരുടെ അവരെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് ഹിന്ദുമതത്തിന്റെ ഒരു മഹത്വം, അതാണ്. എന്ന് വെച്ചിട്ട് ശങ്കരാചാര്യന്റെ അദ്വൈതത്തിൽ പറയാൻ പറ്റുമോ? വിശിഷ്ടാദ്വൈതവാദികളൊക്കെ കടന്നു പോകും എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ഹിന്ദുക്കൾ എന്ന് പറയാൻ പറ്റുമോ? അവർ മോദിക്ക് എന്തെങ്കിലും കോഴിക്കട്ട വെച്ച് തയ്ക്കില്ലേ? എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ്. ആർക്കും ആരെയും പുറത്താക്കാൻ പറ്റില്ലടോ. ഒട്ടകം ഗോപാലകൃഷ്ണ, ജി സുധാകരൻ അതേ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നിട്ട് ഓങ്കാരം മുഴക്കി മറ്റേ ഭാഗവത സപ്താഹം നടക്കാനും അതിന് നടത്തിയിട്ട് ആളില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന കാര്യം ഈശ്വരീയമാണ്.
മാനവികമാണ്, മാനുഷികമാണ്, സ്നേഹപരമാണ്, കരുണാർദ്രമാണ്. അദ്ദേഹത്തിന് പഠിച്ചതെല്ലാം കഴിഞ്ഞ് പലയിടത്തും പോയിട്ട് ജോലി നോക്കി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കായിരുന്നില്ല. അങ്ങനെ ഭാര്യയെ കുറിച്ച് അധികഷം വന്നപ്പോൾ പറഞ്ഞു, അതെ ജോലി രാജിവെച്ചുകൊണ്ട് പോരാൻ പറഞ്ഞു. വലിയ മനുഷ്യനാ. ഏത് നിങ്ങൾ സ്കെയിൽ വെച്ച് അളക്കരുത്. അദ്ദേഹത്തിന്റെ അന്തർഭാവം വളർന്നു കഴിഞ്ഞാൽ 60 അടി ഉയരണ്ടോ, അത്ര വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ മറ്റേ ഹിന്ദുക്കള് എന്ന് പറഞ്ഞ കൂപത്തിൽ മുഴുകി, ഹിന്ദുത്വം എന്ന കൂപത്തിൽ മുഴുകിയിരിക്കുന്ന ആളല്ല. പിന്നെ ഹിന്ദു അങ്ങനെ ഒരു മതം ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മതം ഗസറ്റിൽ പോയി നോക്കിയാൽ, സർട്ടിഫിക്കറ്റിൽ നോക്കിയാൽ HIRD എന്ന് കാണാം. അതിന്റെ പേരിൽ ഇവിടെ ആർക്കും മറ്റെന്തെങ്കിലും മറ്റേ എന്തായാലും പറയുക ബോണ്ട് എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. അദ്ദേഹം ആലപ്പുഴയിലുള്ള മഹതിയായിട്ടുള്ള പങ്കജാക്ഷിയമ്മയുടെയും ഒരു പുണ്യാത്മാവായിട്ടുള്ള ഗോപാലക്കുറുപ്പ് അവരുടെയും ആ രണ്ട് മഹത്തുക്കളുടെ മകനായിട്ട് ജനിച്ചു. അതുകൊണ്ട് ഹിന്ദുവായി. അതിന് പേര് ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുത്വത്തിൽ അഭിമാനിക്കുന്നു എന്നൊന്നും അങ്ങനെ പറഞ്ഞു നടക്കാൻ അങ്ങനെ തയ്യാറില്ല. അതിന്റെ പേരിൽ അദ്ദേഹം ഹിന്ദുത്വത്തിന്റെ നാറിയ മൂക്ക് കയറെടുത്ത് അണിഞ്ഞിട്ടൊന്നുമില്ല. ഗോപാലക്കുറുപ്പ് അവരുടെയും പങ്കജാക്ഷിയമ്മ മഹതിയുടെയും മകനായിട്ട് ജനിച്ചതിന്റെ പേരിൽ ഹിന്ദുത്വം പറഞ്ഞോളണം എന്ന് നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ? അമ്പലത്തിൽ പോയിക്കോളണം, മലയ്ക്ക് മാലയിട്ടോളണം, നമ്പൂരിമാരുടെ കാക്കൂട്ടിൽ തല പൂഴ്ത്തി മാണം കെട്ടി ജീവിച്ചോളണം എന്നൊക്കെ ഏതെങ്കിലും മക്കൾക്ക് പറയാനുള്ള അവകാശമുണ്ടോ? EMS അങ്ങനെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു തന്നെ എഴുതിയിട്ടുള്ളത്. AKGയുടെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്. പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അവര് മതത്തിന് വേണ്ടി, അതിന്റെ ആചരണങ്ങൾക്ക് വേണ്ടി പണിയാനുള്ള ബോണ്ടൊന്നും എഴുതി കൊടുത്തിട്ടില്ല, സമ്മതിപത്രം ഒന്നും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. അവര് കമ്മ്യൂണിസ്റ്റുകാരാ. അവര് മാനുഷികമായിട്ടുള്ള ഭാവങ്ങളുള്ളവരാണ്. അവരിവിടെ തൊട്ടുകൂടാത്തവര്, തീണ്ടിക്കൂടാത്തവര്, അങ്ങോട്ട് മാറിപ്പോ എന്ന് പറയുന്ന കൂട്ടരൊന്നുമല്ല അവര്. അത് ഹിന്ദുക്കള് 7 അടി മാറി നിൽക്കണം, 16 അടി മാറി നിൽക്കണം, 80 അടി മാറി നിൽക്കണം. നായ്ക്കൾക്ക് ബാധകമല്ല. മനുഷ്യർക്ക് അകത്ത് തന്നെ ഒരു കൂട്ടം ആളുകൾ മൃഗതുല്യരായിട്ട് കണക്കാക്കിയുന്ന ഈ കേരളത്തിൽ അതിന്റെ വക്താക്കൾ ഹിന്ദുക്കളാണ്. അങ്ങനെ കേരളത്തെ ഭ്രാന്താലയമാക്കി മാറ്റിയതിന് ഉത്തരവാദികൾ ഹിന്ദുക്കളാണ്. ഇന്നും അത് ഉള്ളിൽ കാസൂടിച്ച് വെക്കുന്നുണ്ട്. അവൻ തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്ത എന്ന രീതിയിൽ ഇന്നും ശ്രീകോവിലിനകത്ത് ഒരു നായർക്കോ ഈഴവനോ പറയനോ കയറാൻ പറ്റില്ലോ. നമ്പൂറി ഒരു ക്രോസ് ബെൽറ്റ് ഇട്ട നമ്പൂറി, അവർക്ക് മാത്രമേ അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. വേറെ ഒന്നും കയറാൻ പറ്റില്ലല്ലോ. ഹിന്ദുക്കെ തന്നെയാണ്. എത്ര പൂജ്ഞ പഠിച്ചാൽ അതിനകത്ത് കയറാൻ പറ്റില്ലല്ലോ. ഇന്നും അത് കാസ് കുഴിച്ചു വയ്ക്കുന്നു. പക്ഷേ ഇവരൊക്കെ കൂടി വന്നിട്ടാണ് ഇവിടെ മനുഷ്യന്മാർക്ക് വഴി നടക്കാനുള്ള അവകാശം കൊടുത്തത്. സുധാകരനെ പോലുള്ള ആളുകളെ, അദ്ദേഹത്തിന്റെ മുൻ തലമുറ ക്രിസ്ത്യാനികള് ആയിട്ടുള്ള ആൾക്കാർ മാർപ്പാപ്പയ്ക്കെതിരെ സംസാരിച്ചാൽ അവരെ സഭയിൽ നിന്ന് പുറത്താക്കാം, പള്ളിയിൽ നിന്ന് പുറത്താക്കാം. അവരെ ശവം കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ വെക്കില്ല എന്ന് പറയാം. ഇപ്പൊ ഗസറ്റിൽ കൊണ്ട് പബ്ലിഷ് പള്ളിയിൽ നിന്ന് അറിയാൻ പറ്റും. ഇന്നാളെ ജോസഫ്, പിന്നെ മുരിക്കാശ്ശേരിയിലെ ജോസഫ് ഞങ്ങളുടെ മതത്തെ കുറ്റം പറഞ്ഞു, അതുകൊണ്ട് ഗസറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് നീക്കം ചെയ്യും, അദ്ദേഹത്തെ ക്രിസ്ത്യൻ എന്നുള്ള പേര് നീക്കം ചെയ്യും, സർട്ടിഫിക്കറ്റ് നീക്കം ചെയ്യുന്നു സ്കൂളിനോട് പറയാൻ പറ്റൂ? അതൊന്നും പറയാൻ പറ്റില്ല. അല്ലെ, ഹിന്ദു മതത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. ഒട്ടകത്തിന് ഇനി വേണ്ടത് ചികിത്സയാണ് വാസ്തവത്തിൽ. സത്യത്തിൽ അയാൾ സിമ്പത്താറ്റിക്, അയാൾ സിമ്പതി അർഹിക്കുന്ന ഒരാളാണ്. BJP ആരാണ് ഹിന്ദു മതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ? BJPക്ക് ആരാണ്? ഏറ്റവും കുറഞ്ഞത് ശങ്കരമഠങ്ങളുണ്ട് 4 എണ്ണം, ഒരെണ്ണം കൂടെ 5 എണ്ണം കാഞ്ചിമഠം കൂടിയിട്ട്. അതിൽ ശ്രീരാമകൃഷ്ണ മിഷനുണ്ട്, അതിൽ ചിന്മയ മിഷനുണ്ട്, അല്ലെങ്കിൽ ദയാനന്ദ മിഷനുണ്ട്. ഇതൊക്കെയാണ് ഈ അഭിപ്രായം പറയുന്നതെങ്കിൽ ഒരു മര്യാദയുണ്ട്. എന്താണ് മന്ത്രി സുധാകരൻ ഇങ്ങനെ പറയുന്നത്? അങ്ങനെയൊക്കെ പറയാമോ എന്ന് അവർ പറഞ്ഞ പിന്നൊരു മര്യാദയുണ്ട്. പക്ഷെ അവർ മര്യാദയ്ക്കേ പറയുള്ളൂ, അവരോട്ട് പറയാറില്ല. അത് വേറെ കാര്യം. ഈ BJPക്കാരെ ആരാണ് പുറത്താക്കാൻ, അകത്താക്കാൻ? ഇപ്പൊ പുതിയൊരു ട്രെൻഡാണിത്. കുറെ കാലമായി ഞങ്ങൾക്കൊപ്പം നടക്കുന്നവർ മാത്രം ഹിന്ദുക്കൾ. ഞങ്ങൾ എന്ത് പറഞ്ഞാലും കഴുതുകളെ പോലെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ. അല്ലാത്തവർ ഹിന്ദുക്കളല്ല. സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കില്ല. BJP ഓഫീസിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കൊടുക്കുന്നത്. യു ആർ ഹിന്ദു, ഞാനിത് സർട്ടിഫൈ ചെയ്തിരിക്കുന്നു എന്ന്. ഇതാണ് അവരുടെ സ്ഥിതി. സന്യാസി സമൂഹത്തെ മുഴുവൻ അവര് അവഹേളിക്കുന്നുണ്ട്. സുധാകരനെ മാത്രമല്ല, സുധാകരൻ കമ്മ്യൂണിസ്റ്റാണ്. കുറച്ചും കൂടി അത്ഭുതം തോന്നുന്നില്ല സുധാകരനെ അവഹേളിച്ചു കഴിഞ്ഞാൽ. കാര്യം അവരുടെ യാതൊരു മതിയില്ല.
ഈ പാവപ്പെട്ട സന്യാസി സമൂഹത്തെ ജന്മം മുഴുവൻ തപമാക്കിയിട്ട് സർവസംഘ പരിത്യാഗികളായിട്ട് നാടും വീടും കുടുംബവും ഉപേക്ഷിച്ചിട്ട് ഈ ധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്ന ആ ആൾക്കാരുകൾ അവഹേളിക്കുന്നത്. കാരണം ഇവരുടെ ഈ ചാണകം മണക്കുന്ന കാവിയല്ല സന്യാസിയുടെ കാവി. വീടിനകത്ത് വിഭജനം നടത്തിയിട്ടുണ്ട് ഇവര് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അമ്മയും മക്കളെയും തെറ്റിച്ചിട്ടുണ്ട്, ഭാര്യയും ഭർത്താവിനെയും തെറ്റിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ശബരിമലക്കാലത്ത് ഇപ്പൊ എവിടെ ശബരിമല എവിടെ ദേ വരുന്നു, നാളെ മറ്റന്നാളോ അവിടെ വെടിപൊട്ടിക്കുന്ന ദിവസമാണത് മകരവിളക്ക്. ആര് കാണാനായിട്ട് വലിയ സന്തോഷമൊന്നുമില്ല വെടിപൊട്ടിക്കാൻ. പക്ഷേ പൈസ ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ. എന്നാലും ഇനി ഇവിടുന്ന് കർപ്പൂരവും തൊട്ടിയും വട്ടിയും ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഇനി അവിടെ പോയിട്ട് വേണമല്ലോ ഈ കത്തിക്കാൻ. വലിയ അനൗൺസ്മെന്റൊക്കെ വരും. ഇപ്പം ഇന്ന് ദിവസമായിട്ട് പോലും പത്രങ്ങൾ പോലും മുന്നോണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ പറയും ഇതോ വരുന്നു മകരവിളക്ക്, അവിടെ സംവിധാനങ്ങൾ തുടങ്ങി, അത് ചെയ്തു, ഇങ്ങനെയാണ്, മറ്റൊന്നാണ്, ലക്ഷങ്ങളാണ് ഈ നിരന്നിരിക്കുന്നു. ഇപ്പം ഒന്നുമില്ല. നാളെ കൊണ്ട് മകരവിളക്ക്. ഇപ്പം എല്ലാവർക്കും മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും മിണ്ടാട്ടം മുട്ടി. തന്ത്രി എഴുന്നള്ളിക്കഴിഞ്ഞു, അവരെഴുന്നള്ളിക്കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു, മറ്റേ തലയിൽ വെച്ചിട്ട് ആട്ടവും പാട്ടവും അതൊക്കെ ഇപ്പോൾ തുടങ്ങാൻ പോകണു. എരുമയിൽ പെട്ടതുള്ളല്ലേ. ഇതിപ്പോൾ ഒന്നുമില്ല. എല്ലാം അവസാനിച്ചു. ഇനി ഇതിങ്ങനെ തന്നെയായിരിക്കും ഇനി കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള ഈ പറയുന്ന മറ്റേ ശബരിമലക്കാലത്ത് ഇവിടെ മറ്റേ വഴിയിൽ കൂടെ പെണ്ണുങ്ങളെ കൊണ്ട് നടത്തി, പറയുന്ന നായമാര് പെണ്ണുങ്ങളെ കൊണ്ട് നടത്തിയിട്ട് അയ്യപ്പോ കിടിക്കും എന്ന് പറഞ്ഞ് കിടന്ന് നടത്തിയില്ല ഇവര്, സുവർണാവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീടിനകത്ത് പോയിട്ട് അവൾ ആമ്പിള്ളേര് പറഞ്ഞു, നിങ്ങൾ എന്തിനായിരിക്കും പോയത്? അതൊരു ഹിന്ദുക്കളാണോ BJP-ക്കാര്? നീ കമ്മ്യൂണിസ്റ്റുകാരനാ എന്ന് പറഞ്ഞിട്ട് പല വീടുകളിൽ നിന്ന് ആമ്പിള്ളേർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഭർത്താവ് ഭാര്യയെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്, ഭാര്യ ഭർത്താവിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർ വീട്ടിലും മക്കളോടും ഭർത്താവിനോട് അലമ്പുണ്ടാക്കി വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ പേരും പറഞ്ഞിട്ട്. എനിക്കറിയാം. പന്മനയിലുള്ള ഒരു ആശ്രമ സംവിധാനമുണ്ട് അവിടെ ഒരിക്കൽ സ്ത്രീ കയറി വന്നപ്പോൾ ഞാനാണ് ആദ്യം കാണുന്നത്. നമസ്കാരം പറഞ്ഞു, കാല് തൊട്ട് വന്നിച്ചു, കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഭർത്താവ് പിടിച്ച് പുറത്താക്കിയ കാരണം ഭർത്താവ് പിടിച്ച് പുറത്താക്കി. എന്നിട്ട് അവര് പറയണത്, സ്വാമി BJP അല്ലേ നമ്മുടെ പാർട്ടി എന്ന് എന്നോടെ. BJP അല്ലേ നമ്മുടെ പാർട്ടി, അവരല്ലേ നമ്മളെ രക്ഷിക്കാനുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാൻ കാലത്ത് എഴുന്നേറ്റിട്ട് യോഗാസനം ചെയ്യും. പെണ്ണേ ഞാൻ അന്വേഷിച്ചു. പിന്നീട് അവര് പറയാൻ വേണ്ടിയിട്ട് പക്ഷെ പറയാം, ഈ മുണ്ട് താറ് പോലെ എടുത്തിട്ട് കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് കുളിക്കാൻ പോക്കും, അത് കഴിഞ്ഞ് യോഗാസനം, അത് കഴിഞ്ഞ് വിഷ്ണു സഹസ്രനാമവും കോപ്രായങ്ങൾ കാണിക്കണം. എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ BJP-ക്കാരുടെ വരവ് പിടിച്ച് പുറത്താക്കിയാനെ. അത് കഴിഞ്ഞപ്പോൾ ആശ്രമത്തിൽ വന്ന് പറഞ്ഞു ഇവിടെ പറ്റില്ല. അപ്പൊ അവര് ആ സമയത്ത് തന്നെ അത് ശരി, ആശ്രയിച്ചു വരുന്നവർക്ക് ആശ്രമം പോലും അഭയം നൽകില്ല എന്നോ? നിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരാന്ന്. പിന്നെ അവര് വലിയൊരു ആശ്രമത്തിൽ പോയി, പള്ളിക്കാവിലുള്ള വലിയ ആശ്രമത്തിൽ പോയി. അവിടെ പോയപ്പോൾ അവര് പറഞ്ഞു കഷ്ടം നുറുക്കാൻ. ഏതോ ഒരാൾക്ക് 2 ആൾക്കല്ല, ഒരു 1000 പേർക്ക് അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന ദിവസമുണ്ട്. കഷ്ടം നുറുക്കാൻ ഒരു ലോറി പച്ചക്കറി കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞത് 10 പേരുണ്ട്, ഒക്കെ നുറുക്കിപ്പോയിരുന്നു. ഇത് നുറുക്കാൻ തുടങ്ങി അവിടെ ഇരുന്നിട്ട്. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഇത് ശരിയാവില്ല എന്ന് മനസ്സിലായി. തിരിച്ചെത്തി. അവസാനം അവിടെ ഇന്നസെന്റ് പറയില്ലേ, എനിക്ക് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് തിരിച്ചെത്ര പോലെ തിരിച്ചെത്തി അവസാനം വീട്ടിലേക്ക്. ഇതൊക്കെയാ സ്ഥിതികൾ. BJP-യെ കുറിച്ച് ഒരു അക്ഷരം മുട്ടരുത് എന്ന് പറഞ്ഞ പെണ്ണുങ്ങളുണ്ട് ഇവിടെ. ഇപ്പം എല്ലാം കഴിഞ്ഞു, പ്രകൃതിക്ക് ഒടുങ്ങി ഏകദേശം. BJP കേരളത്തിൽ ഒരാശ്രമത്തിൽ പോലും ഇമ്മമാർ കയറി കഴിഞ്ഞാൽ അടുപ്പിക്കില്ല അവർക്കറിയാം. ഇവരുടെ സ്വഭാവം അറിയാം അവർക്ക്. ഒറ്റ ആശ്രമത്തിൽ അടുപ്പിക്കില്ല ഒരാശ്രമത്തിൽ ഇവരെ അടുപ്പിക്കില്ല. BJP-ക്കാർ പുതിയ പരിപാടി, ഇവിടെ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാ. ശ്രീരാമന്റെ പേരിൽ, അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ പേരിൽ വന്ന അഷ്ടമി രോഹിണി അതിന്റെ പരിപാടി ഒക്കെ റോട്ടിലാണ്. BJP ആളെ ഉണ്ടാക്കലാണ്. ഗണപതി ഉത്സവം, ഗണപതിയെ കൊണ്ട് കടലിൽ മുക്കിത്താഴ്ത്ത, ഇതൊന്നും നമുക്കില്ലാത്ത കാര്യങ്ങളാണ്. രക്ഷാബന്ധൻ, ഇനി ഹോളി മാത്രമേ വരാനുള്ളൂ. അപ്പോൾ നല്ല അടി നടക്കും ഇവിടെ. ഹോളി നാട്ടുകാരുടെ മുഖത്ത് മുഴുവൻ ചായം വെച്ച് തേക്കുന്ന പരിപാടി, അതും വരും ഇവിടെ. ഒരു കണി കണ്ടവരുടെ മേലെ ചായം വെച്ച് നല്ല അടി പൊട്ടും. ഇത് പബ്ലിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതൊക്കെ റോട്ടിൽ നടത്തി. ഇതെല്ലാം BJP-യുടെ ബാനറല്ല. BJP ശ്രീരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ
സീതാസമേതനായിട്ട് താഴെ ഹനുമാൻ വന്നിച്ചുകൊണ്ട് നിൽക്കുന്നു. 2 ലക്ഷ്മണ ശത്രുഘ്നന്മാർ ഭരതന്മാർ പുറകിൽ നിൽക്കുന്നുണ്ട്. മുനി വസിഷ്ഠ മുനി അപ്പുറത്ത്. ഇങ്ങനത്തെ ഫോട്ടോ ആണ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ അതല്ല, യുദ്ധത്തിൽ തയ്യാറായിട്ട് നിൽക്കുന്ന ശ്രീരാമൻ. അവർക്ക് അതേ പറ്റൂ. ഹനുമാന്റെ മുഖമൊക്കെ എത്ര ലളിതമാണെന്നറിയാം. ആ സമയത്ത് ഇവരുടെ ഹനുമാന്റെ മുഖം കണ്ട പേടിയാവും വാസ്തവത്തിൽ. ഇങ്ങനെ ജനങ്ങളെ ഇവരുടെ BJP ദൈവങ്ങളെ അവതരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവിടെ BJPക്കാര് ഈ ഹിന്ദുക്കളുടെ ആചാര്യന്മാരെ ഭരിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അവർ സമ്മതിക്കും തോന്നുന്നുണ്ടോ? മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ പക്ഷിയല്ല. അതിലെനിക്ക് പോയിട്ട് മെമ്പറാവാൻ പറ്റും. അവർ സമ്മതിച്ചാൽ അതിൽ മുസ്ലിങ്ങൾക്ക് മാത്രം മെമ്പർഷിപ്പ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. അവർ പള്ളികൾ ഭരിക്കാൻ പോയി കഴിഞ്ഞാൽ ഉസ്താദുമാർ സമ്മതിക്കുമോ? അത് രാഷ്ട്രീയ കക്ഷി ചെയ്യണത്. കേരള കോൺഗ്രസ്സുകാർ ബിഷപ്പ്മാരെ ഭരിക്കാൻ പോയാലോ? അവർ ബിഷപ്പ്മാരാവരുത്. അവർക്ക് അവരുടെ വഴിയുണ്ട്, ആധ്യാത്മിക വഴിയുണ്ട്, അതവർ നടത്തട്ടെ. ഇവർക്ക് ഇവിടെ രാജ്യനൈതികമായിട്ടുള്ള വഴിയുണ്ട് മനുഷ്യന്മാരെ സേവിക്കാൻ. അതങ്ങനെയാകട്ടെ. കേരള കോൺഗ്രസിൽ പ്രവർത്തിക്കാത്ത ബിഷപ്പ്മാർ മുഴുവൻ കള്ളന്മാരാണ്, കള്ള ക്രിസ്ത്യാനികളാണെന്ന് കേരള കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ സ്ഥിതി എന്താ? BJPക്കാരുടെ വാലിൽ തൂങ്ങി നടക്കാത്തവരെല്ലാം ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളല്ല. ഒക്കെയും ഹിന്ദു മതം ഉപേക്ഷിച്ചോളണം, മുസ്ലിം മതം സ്വീകരിച്ചോളണം, പാകിസ്ഥാനിൽ പൊക്കോളണം. സന്യാസിമാരൊക്കെയും ഇവരുടെ കാഴ്ചപ്പാടിൽ കള്ളന്മാരാണ്. സന്യാസിമാരെ ഒരിക്കലും കൂട്ടുകിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കണ്ണുകൾ കണ്ടുകൂടാ. കാരണം വീടും കുടുംബമൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് സന്യാസം സ്വീകരിച്ച് ഒരു ധർമ്മത്തിന് വേണ്ടി അതിൽ മുഴുകി ജീവിക്കുന്ന ആൾക്കാർ പിന്നെ അവിടെ പോയിട്ട് BJPയുടെ കൂടി പിടിക്കാൻ നടക്കുകയാണോ? ആ ചാണകക്കുഴിയിൽ അവർ വീഴില്ല, ആ കൂപത്തിൽ അവർ വീഴില്ല. ആയതിനാൽ അവരിപ്പോൾ സന്യാസിമാരെ സംബോധന ചെയ്യുന്നത് അറിയോ? എടോ, പോടോ, കള്ളച്ചാമി, തായോളി, അങ്ങനെ തന്നെയാണ് അവർ പറയുന്ന വാക്ക്. നിങ്ങളോട് പറഞ്ഞു, കമന്റിന്റെ അടിയിൽ കാണാറുണ്ടല്ലോ, എടാ തായോളി, എടാ നായിന്റെ മോനെ. നിങ്ങൾ കാണുന്നതാണുള്ളത്, മലയാള ഭാഷ തന്നെയാണുള്ളത്, ഡിക്ഷണറിയിൽ വേടല്ലെന്ന് മാത്രം. ഇതൊക്കെയല്ലേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം ഞങ്ങളോട് പറയുന്നുണ്ട്, പോയി മതം മാറണോ. ഇത് ഞങ്ങളോടും പറയുന്ന കാര്യമാണ്. പച്ചത്തറി ഉണ്ടായിസം അവരെ വലിയൊരു ആയുധമാണത്. പച്ചത്തറി കൊണ്ട് മൂടുക. സൈബർ പോരാളികൾ പച്ചത്തറി ഉണ്ടായിസമായിട്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഹിന്ദുവിൻ്റെ കാതൽ ഘടകങ്ങൾ പ്രസ്ഥാനത്രയങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ശ്രുതി, സ്മൃതി, അതുപോലെ തന്നെ ന്യായം, ഉപനിഷത്ത്, ഗീത, അതുപോലെ തന്നെ ബ്രഹ്മസൂത്രം, ഇത് കൈകാര്യം ചെയ്യുന്നവരാണ് ഹിന്ദുമതത്തിൻ്റെ നേരിട്ടുള്ള വക്താക്കൾ. അതായത് സന്യാസിമാർ, ആചാര്യന്മാർ, ശങ്കരാചാര്യന്മാർ. അവരൊന്നും ഇങ്ങനെയുള്ള മാലാങ്കയുടെ വർത്തമാനം പറയില്ല. ഇത് അവരറിയുന്നില്ല. ഇവിടെ കേരളത്തിലെ കാര്യങ്ങൾ, ജി സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ അവരറിയുന്നില്ലേ? അവരായിരുന്നു പറയാത്തത്. ഇവര് പെട്ടെന്നൊരു ഓർമ്മ വന്നൊരു കാര്യം പറയാം. സംപൂജ്യ സ്വാമിജി ബഹുമാനത തീർത്തയുണ്ട് തൃശ്ശൂര്. അവിടെ ഈ സാധനം കൊണ്ടുവരുമ്പോൾ ഒരു പരസ്യമായിട്ട് പറഞ്ഞു, ഇവിടെ കീറക്കോണം കൊണ്ട് ഇവിടെ കയറരുതെന്ന്. സമ്മതിക്കില്ല അദ്ദേഹം. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ വേറൊരു വടക്കാഞ്ചേരി ആശ്രമം ഉണ്ടായാലും കേസ് കൊടുക്കലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടപ്പോൾ തീർന്നു. അത് അങ്ങനെ മെക്കെട്ട് കയറാൻ നോക്കിയതാണ് അവരെല്ലാവരും കൂടിയിട്ട്. സന്യാസിമാരെ മുഴുവൻ വെട്ടക്കാക്കിയിട്ട് തനിക്കാക്കാൻ വേണ്ടിയിട്ട് അവർ ചീത്ത പറയുക, പച്ചത്തറി ഉണ്ടായതുകൊണ്ട് മൂടുക, ഭീഷണിപ്പെടുത്തുക, വീട് കത്തിക്കുക, തല്ലുക. പക്ഷെ അതുകൊണ്ട് ഈ അന്തസ്സുള്ള സന്യാസിമാർ ഇവർക്ക് കിട്ടിയില്ല. അവസാനം കുറെ 4ാം കട 5ാം കട 6ാം കട കുറേ എണ്ണത്തിന് വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയിട്ടുള്ള, ഭാര്യമാർ പുറത്താക്കിയിട്ടുള്ള, മക്കൾ പുറത്താക്കിയിട്ടുള്ള കുറെ പീറകളെയാണ് ഇവർക്ക് കിട്ടിയത്. മാർഗദർശക് മണ്ടന്മാർ എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. കാര്യമറിയാവുന്ന ലേണഡായിട്ടുള്ള സന്യാസിമാരെ കിട്ടില്ല അവർക്ക്. ആ വൈരാഗ്യത്തിനാണ് അവർ ഈ തേജോവധം ചെയ്യുന്നത്. അതുപോലെ തന്നെ തീവെപ്പ് ഒക്കെ അവർ നടത്തിയിട്ടുണ്ട്. അസഹിഷ്ണുത മൂത്ത് ഭ്രാന്തായി. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ജനകീയ മന്ത്രി, ഇടതുപക്ഷത്തിലെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാൾ ജി സുധാകരന് നേരെയുള്ള ഈ ആക്രോശം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിവരുടെ സ്ഥിരം പരിപാടി ഇവരെ അവഹേളിക്കലാണ് വസ്തുത. കാരണം ഇവർ സ്വയം അവഹേളിതരാണ്. ഇവരുടെ കയ്യിൽ വേറൊന്നും കൊടുക്കാനില്ല. ഹോൾസെയിൽ ബിസിനസ്സുകാരനാണല്ലോ റീറ്റെയിൽ ബിസിനസ് നടത്തുക. അയാളെ ഹോൾസെയിലായിട്ട് എന്താ നടത്തുക? ഹോൾസെയിലായിട്ട് അയാളുടെ പയറുകൾ പയറല്ല റീറ്റെയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവരുടെ കയ്യിൽ ഹോൾസെയിലായിട്ടിരിക്കുന്ന അവഹേളനം അവർക്ക്
നാല് ഭാഗത്ത് അവഹേളനം കിട്ടിയിട്ടുണ്ട്. വീട്ടിനകത്ത് കയറി ചെല്ലരുത്. പ്രസംഗിക്കുന്ന സമയത്ത് ആ റോട്ടിൽ നിന്നുള്ള ആൾക്കാർ കടടച്ച് പോകുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടതാണല്ലോ ഇവിടെ. ആ അവഹേളനം കയ്യിൽ വെച്ചുകൊണ്ട് അവർ കിടന്ന് നടക്കുകയാണ് വാസ്തവത്തിൽ. ഇപ്പൊ ബി ജെ പിക്കാർ പുറത്തുള്ളവരെ അവഹേളിക്കാൻ പറ്റുന്നത് അകത്തുള്ളവരെ. നമ്മുടെ മറ്റേ ശോഭ ദുർനടപ്പുകാർ, അത് ഭർത്താവിനെ ഉപേക്ഷിച്ചു, അതിന് ബ്രിക്കെന്താ? അതിന് വേറൊരാളോടൊപ്പം നടക്കുന്നു, അതിനെന്താ തെളിവ്? ഇതുവരെ തെളിവൊന്നും കൊണ്ടുവന്നിട്ടില്ല, പറച്ചില് മാത്രമേ ഉള്ളൂ. ഇനി വേറെ കാര്യമുണ്ട്. ഈ ശോഭ ഇപ്പോൾ അവസാനം മറ്റേത് കൊടുത്തിട്ടുണ്ട്, എന്തായാലും പറയുക, കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട് 10 ദിവസത്തെ. 1, 2, അല്ല 10 താഴെ, 10 കഴിഞ്ഞു, 9 ആയി, 8 ആയി, 7 ആയി, 6 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ ശോഭ എന്തൊക്കെയാ പൊട്ടിക്കാൻ പോണെന്ന് കാത്തിരിക്കുക. അപ്പൊ കാണാം മാറി പൊളിക്കുന്ന BJP. ഇപ്പൊ മോഹൻലാലിന് കിട്ടും. മോഹൻലാൽ ഇപ്പൊ സിനിമയുടെ കാര്യം വന്ന സമയത്ത് ഇവിടെ കൊറോണ വന്നു, എല്ലാവർക്കും ശ്വാസം മുട്ടി ജീവിക്കുകയാണ്. ഓട്ടോറിക്ഷക്കാരുണ്ട്, ഹോട്ടൽ തൊഴിലാളികളുണ്ട്, എല്ലാവരും ശ്വാസം മുട്ടി ജീവിക്കുകയാണ്. സ്കൂൾ ടീച്ചർമാർ, എല്ലാ കാറ്റഗറിയിലും പെട്ടവര്. അപ്പോൾ ഓരോന്നിനും അടക്കി ഒന്ന് ശരിയാക്കി കൊണ്ടുവരികയാണ് നമ്മുടെ ഈ സർക്കാർ. പിണറായി വിജയൻ ഓടി നടന്നിട്ട് ആ കൂടുതൽ സിനിമ ഞാൻ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും യേശുദാസിന്റെയും മാത്രമല്ല, പ്രിയദർശന്റെയും മാത്രമല്ല, അല്ല ജോഷിയുടെയും മാത്രമല്ല, അതിന്റെ പുറകിലുണ്ട് 10,000 ലക്ഷങ്ങൾ. അതുകൊണ്ട് ആ മാമുണ്ണുന്ന ആൾക്കാർ. അണ്ട് യേശുദാസിനും മറ്റേ മോഹൻലാലിനും മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടല്ല അവരെ ഈ നിയമം ഉണ്ടാക്കിയത്. അതിന്റെ പുറകിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയിട്ട് ചില ഇളവുകൾ പ്രഖ്യാപിച്ചു. ഉടനെ തന്നെ മോഹൻലാലും മമ്മൂട്ടിയും അവിടെ മോഹൻലാലിനടക്കം എല്ലാവരും പറഞ്ഞു, മറ്റേ അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു. മോഹൻലാൽ നന്ദി അറിയിച്ചു. ഇപ്പൊ കിട്ടും. എടോ മോഹൻലാലെ തന്നെ ഞങ്ങളിങ്ങനെ വിചാരിച്ചില്ല, ഇപ്പൊ കിട്ടും തെറി. ഇപ്പൊ അയാൾക്ക് തെറി കിട്ടും. അയാളോടും പറയും ഇവിടെ ഹിന്ദു മതത്തിൽ ഇറങ്ങി പോടോ, പാകിസ്ഥാനിലേക്ക് പോടോ, കള്ള എന്നൊക്കെ പറയും. കാരണം എന്താണ്? പിണറായിക്ക് നന്ദി പറഞ്ഞു എന്നുള്ള കാരണം. സത്യം പറഞ്ഞാൽ പിണറായിക്ക് ആരാണ് ആദ്യം നന്ദി പറയേണ്ടത്? ഈ രാഷ്ട്രീയത്തിനകത്ത് ഇത്രയും നല്ലൊരു നീക്കം നടത്തിയ അദ്ദേഹത്തോട്. ഇവിടുന്ന് ഒരുത്തം പോയിട്ടുണ്ടല്ലോ, ചാണക ഷിറ്റ് ഗോപി, അയാളെ സത്യം പറഞ്ഞാൽ ആദ്യം നന്ദി പറയേണ്ടത്. അയാളുടെ ഔദ്യോഗിക സ്ഥാനം അലങ്കരിക്കുന്ന ഒരാളല്ലേ, അയാളല്ലേ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത്. അയാളൊന്നും അറിഞ്ഞിട്ടില്ല. അയാൾക്ക് ഉത്തരേന്ത്യയിലത്തെ കാര്യം, അവിടുത്തെ കാര്യം, പാകിസ്ഥാനിലെ കാര്യം നോക്കണമാണല്ലോ അയാളുടെ പരിപാടി. അയാളൊന്നും അറിയാത്ത പോലെ നടക്കണ അയാൾ. ഇപ്പോഴും അവരുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ BJPക്കാരുടെ മനസ്സ് മുഴുവൻ പുണ്ണായിട്ടിരിക്കുകയാണ് വാസ്തവത്തിൽ. തലയ്ക്കകത്ത് ചാണകം, കയ്യിൽ നിറയെ അമേദ്യം, മനസ്സിൽ നിറച്ച് പുണ്ണ്. ഇതൊക്കെ എവിടെയും കൊണ്ട് വാരി വിതറണ്ടേ, വെച്ച് തേക്കണ്ടേ? അതിന് ശ്രമിക്കുകയാണ്, കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കുറെ കാലം ക്രിസ്ത്യാനിയുടെ മെക്കെട്ട് കയറി കുരിശ് കൃഷി എന്ന് പറഞ്ഞ് എവിടെ കുരിശ് കണ്ടല്ല അതെടുത്ത് ഊരി വെച്ച് കളയിൽ ലഹളയ്ക്കായിരുന്നു. ഇപ്പൊ അവരുടെ അടിയും കാലും നക്കിക്കൊണ്ട് കിടക്കണം. ശരിക്കും നക്കിക്കൊണ്ട് കിടക്കുകയാണ്. അവിടെ അടിയും കാലും നക്കിക്കൊണ്ട് കിടക്കുകയാണ്. ഇപ്പൊ പള്ളിയിലച്ചന്മാരുടെയും ബിഷപ്പുമാരുടെയും കാപ്പുകളിൽ തലയിട്ട് കിടക്കുകയാണ് വാസ്തവത്തിൽ. മുസ്ലിം മതത്തിന്റെ പേരാകെ പരിപാടി നടത്തില്ല. അവിടെ എന്തെങ്കിലും ചെയ്താൽ ചുണ്ടങ്ങ കൊടുത്ത പോലെയോ അസറ് വഴുതനങ്ങ തിരിച്ചു കിട്ടും. അത് ഏത് രീതിയിലാണെങ്കിലും. എടപ്പാളോട്ടം അത് സ്പെഷ്യലായിട്ട് വേറെയും കിട്ടും. ഇപ്പോൾ അവര് അതെല്ലാം ഹിന്ദുക്കളുടെ തന്നെ മേലെ വാരി പൂശിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദു ധർമ്മത്തെ അവർ നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഹിന്ദു ധർമ്മത്തിന്റെ മേലെ കരിയോയിൽ പൂശുകയാണ് ചെയ്യുന്നത്. ജി സുധാകരനോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഹിന്ദു അല്ലെന്ന്. ജി സുധാകരന്റെ വായനാക്കിന്റെ ശക്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഇതുവരെയൊന്നും പറഞ്ഞിട്ടില്ല. അവരറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ തിരിച്ച് ജി സുധാകരൻ ചോദിക്കുക, നീ എവിടുത്തെ ഹിന്ദുവാടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് മറുപടിയുണ്ട്? ഇയാളുടെ ജാതി പോലും എടുത്ത് അദ്ദേഹം പുറത്തിടില്ലേ? ഇവനെന്താ ജാതി എന്ന്? നായനാണോ? നായരുടെ കീഴിലിനി വെളുത്തേട്ടനാണോ? വളക്കത്തലയനാണോ? വേലനാണോ? ഇതൊക്കെയാണ് ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾ. അതൊക്കെയാണ്. അങ്ങനെയാണ് ഇതിൽ കിടക്കുന്ന കാര്യങ്ങൾ. അതൊക്കെയാണ്. അതിനടുത്ത് പുറത്ത് ഇയാൾ തലകുത്തി നടക്കേണ്ട വരില്ലേ? നാണം കെട്ട് നടക്കേണ്ട വരില്ലേ ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? തൃശ്ശൂർ കുട്ടംകുളങ്ങരയിലെ തുടക്കത്തിൽ പറഞ്ഞാണ് 100% ഹിന്ദുക്കളാണ് അവിടെയുള്ളത്. അത് സവർണ ഹിന്ദുക്കൾ അവിടെയുള്ളത്. ഞാൻ സവർണ എന്ന് പറയുന്നില്ല, നമ്മളുടെ ഇവിടെ ഒരു വ്യവഹാരത്തിന് വേണ്ടി പറയണം. അവിടെ സവർണ ഹിന്ദുക്കൾ അവിടെയുള്ളത്. അവർ കഴുത്ത് പിടിച്ചുന്തി തള്ളി പുറത്താക്കിയില്ലേ? അത് അവിടെ ലളിതാംബിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ, അവരനേക കാലമായിട്ട് ഇതിന്റെ പ്രവർത്തകയാണ്, ഹിന്ദുധർമ്മ പ്രവർത്തകയാണ്. അവരെ ജയിപ്പിച്ച് വിട്ടത്. അയാൾ ചെന്നപ്പോ നോട്ടയോട് തൊറ്റിട്ട് നാണം കെട്ടി മണിയിട്ട് കഴുത്ത് പിടിച്ച് തള്ളി പുറത്താക്കി, ചവിട്ടി പുറത്താക്കി. ഇപ്പൊ കോർപ്പറേഷന്റെ AC ഹാളില് അവിടേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ലാലുൽ മാലിന്യ ശവപ്പറമ്പിലാണ് ഇപ്പൊ സ്ഥാനം.
കോർപ്പറേഷൻ മാലിന്യപ്പറമ്പ്. ഇടവും ഒട്ടകവും ഗോപാല, ഹിന്ദു ആക്കാൻ ഇവിടെ ആർക്കാ അവകാശം? ഹിന്ദു ആക്കാതിരിക്കാൻ, പുറത്താക്കാൻ ഇവിടെ ആർക്കാ അവിടെ അവകാശം? ഏത് മക്കൾക്കാണ് അവകാശം? പറ. ഹിന്ദുവിനൊരു സ്പെഷ്യൽ മുദ്രയൊന്നുമില്ല. ആ മുദ്ര ഇന്നാൾ പതിപ്പിച്ചാൽ അയാൾ ഹിന്ദു ആവൂ, അങ്ങനെയൊന്നുമില്ല. അതാരും ചാർത്തിക്കേണ്ടതില്ല. ഹിന്ദു ആകാനും അല്ലാതാകാനും നിങ്ങളെപ്പോലെ ആർക്കും വേണ്ടാത്ത ഈ സോംബികളും അവരുടെ തീട്ടുകൊടുത്തിൻ്റെ ആവശ്യമില്ല. സുധാകരൻ മന്ത്രി പറഞ്ഞത് 100% സത്യമാണിടോ ഗോപാല. ആ മതത്തിൽ നിന്ന് എന്താ ആകർഷണീയമായിട്ടുള്ളത്? പറയുന്നത് ബ്രഹ്മാണ്ഡ തീർത്ഥയാണ്. അറിയാം, എനിക്ക് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കുറെ ഇളിഞ്ഞു പൊളിഞ്ഞ അമ്പലങ്ങൾ, പിന്നെ കുറെ ആന വെടി, മിമിക്രി, നാടകം, യൂഫോറിയ, നിന്ന് തുള്ളല്, സിനിമാറ്റിക് കാട്ടം. സമൂഹ പ്രതിബദ്ധത വല്ലതും ഉണ്ടോ ഹിന്ദുക്കളോട്? ധർമ്മപ്രസ്ഥാനം അതിൻ്റെ ഡിസിഗ്നേഷൻ അവിടെ നടക്കുന്നുണ്ടോ? പ്രമാണങ്ങൾ അത് പ്രസിദ്ധമാക്കുന്നുണ്ടോ? അവർക്കത് കുഴിച്ച് മൂടിക്കളഞ്ഞില്ലേ വാസ്തവത്തിൽ? കരുണയും സ്നേഹവും ഹിന്ദുവിനുണ്ടോ? ജാതിയുടെ പേര് പറഞ്ഞും മതത്തിന്റെ പേര് പറഞ്ഞും ദളിതന്റെ പേര് പറഞ്ഞും തൊട്ടുകൂടാത്തവന്റെയും തീണ്ടിക്കൂടാത്തവന്റെയും പേര് പറഞ്ഞ് പ്രഹേളികൾ തീർക്കുകയല്ലേ ചെയ്യുന്നത്? അതിന്റെ പേരിൽ ചേരിയിരുന്ന് അടികൂടിയല്ലേ ചെയ്യുന്നത്? തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ചില പട്ടികളുണ്ട്, ആ തെരുവിലെ പട്ടി ഈ തെരുവ് ഇങ്ങനെ കാണിക്കും, കുറയ്ക്കില്ല. അങ്ങനെ ചില പട്ടികളുണ്ട്, ഇങ്ങനെ കാണിക്കും. അതും വന്ന് ഇങ്ങനെ കാണിക്കുന്ന ഇതല്ലേ ഇവിടെ ചെയ്യുന്നത് വാസ്തവത്തിൽ? ജാതിയുടെ പേരും പറഞ്ഞ് ഈടെ ഒരു നായരെ കണ്ടുകൂടാ, നായർ ഈനെ കണ്ടുകൂടാ, ആർക്കും പുലേനെ കണ്ടുകൂടാ. ഇന്നും ആ പഴയ രീതിയിലുള്ള കുറെ ഇളിപ്പിത്തരങ്ങൾ, എമ്പൊക്കിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കല്ലേ? അവിടെ സ്നേഹമുണ്ടോ? അവിടെ കരുണയുണ്ടോ? ആകർഷണീയമായിട്ട് വല്ലതും ഓടിയുണ്ടോ? ഒരു ഹിന്ദു വീണ് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഹിന്ദു അയാൾ കയ്യിൽ പിടിച്ച് ഉയർത്തും തോന്നുന്നുണ്ടോ? തമ്മിൽ കണ്ടൊരു നമസ്തേ പറയാൻ ആ മുഖം എന്തിനേറെ മറ്റേ കോൺക്രീറ്റ് തൂണ് നിൽക്കുന്ന പോലെ നിൽക്കുള്ള ആരെ കണ്ടാലും ഒരു നമസ്കാരം, ഒന്ന് തല കുഴിക്കൂ. മുസ്ലിങ്ങളതല്ല, അവരാര് കണ്ടാലും പറയും അസ്സലാമു അലൈക്കും, വലൈക്കും മുസ്സലാം, വലൈക്കും മുസ്സലാം എന്ന് പറയും. എല്ലാവരും സംസാരിച്ചു പോകുമ്പോൾ പറയും അൽഹംദുലില്ലാ, യാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയാ? എൻ്റെ ആ കാര്യം ശരിയാക്കി തരുമോ? ഇൻഷാ അല്ലാഹ്, ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിൽ ഞാൻ ചെയ്യും, ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിൽ. അതാണ് അവിടെ. അതിനൊരു മനോഹാരിതയുണ്ട്, ആകർഷണീയതയുണ്ട്, അവർക്ക് സ്നേഹമുണ്ട്, കരുണയുണ്ട് അവർക്ക്. they will never say no, they will never say no. അതാണ് അവര്. അപ്പുറത്തെ വീട് കത്തുന്ന സമയത്ത്, അപ്പുറത്തെ വീട് കത്തിക്കൊണ്ടിരിക്കുക, അപ്പുറത്തെ ഹിന്ദുവിന്റെ വീട് കത്തിക്കൊണ്ടിരിക്കുക, ഇപ്പുറത്തെ ഹിന്ദു ഉണ്ട്, മുമ്പിൽ ഹിന്ദു ഉണ്ട്. അവരൊക്കെയും ഉടനെ തന്നെ വെള്ളം കോരലും പൈപ്പിൽ അവരുടെ പെക്കറ്റ് നിറയ്ക്കലും എന്തിനാ അറിയോ? ആ തീ നമ്മുടെ വീട്ടിലേക്ക് പടരാതിരിക്കാൻ, അവിടെ കൊണ്ട് വെള്ളപ്പിടിക്കാനല്ല. ഇതാണ് ഈ ജന്തു, ഇതാണ് സ്ഥിതി. അവസാനം ഒന്നുകൂടി പറഞ്ഞോടെ BJP-ക്കാരാ, നിങ്ങൾ കൊലപ്പിച്ച് നടക്കുന്നുണ്ടല്ലോ, ഹിന്ദു മതം എന്നൊക്കെ പറഞ്ഞ് കൊലപ്പിച്ച് നടക്കുന്നുണ്ടല്ലോ. 5 ഉപനിഷത്തിന്റെ പേര് നാക്കും പല്ലും കൂട്ടിക്കടിക്കാതെ പറയാനുള്ള ശേഷി ഏതെങ്കിലും BJP-കാരന് അവിടെ ഉണ്ടോ? 5 ഗീതാശ്ലോകം. നരൂപമസ്യേകതോപലഭ്യതേ നാന്തോന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. ഒന്ന് ചൊല്ലി കേൾപ്പിച്ചേ. ഒരു 5 ഗീതാശ്ലോകം ചെല്ലാൻ നിങ്ങൾക്ക് ശേഷിയുണ്ടോ? ശേഷിയുണ്ടോ? ശേഷിയില്ല. നിങ്ങളുടെ ഉത്തരം പ്രതീക്ഷിക്കുന്ന കാര്യം നിങ്ങൾക്ക് അതിന് ഉത്തരമില്ല. അവസാനം ഏതോ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞു എന്താടോ നന്നാവാത്ത. ജി സുധാകരൻ പറഞ്ഞത് 100% ശരിയാണ്. ആകർഷണീയമായിട്ടൊരു കോപ്പും ഇന്ന് ഹിന്ദുമതത്തിനകത്തില്ല. അവിടെ കരുണയില്ല, സ്നേഹമില്ല, വെറുപ്പാണുള്ളത്. അതിന് നിങ്ങൾ കൃത്യമായിട്ട് ആ വെറുപ്പിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ കക്ഷിയും വന്നിട്ടുണ്ട്. വെറുപ്പിന്റെ രാഷ്ട്രീയം നടക്കട്ടെ. നമസ്കാരം.